നമ്മൾ കയറാൻ പോകുന്ന പാറയാണ് കേട്ടോ അത്. അതാണ് ചിറ്റിപ്പാറ. ആ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലെടുത്ത് വെച്ചേക്കുന്ന പോലെ ഒരു ക്രിയേഷൻ. എനിക്കൊരു ഈഗിളിൻ്റെ ഒരു തലയും അതിൻ്റെ ആ ഒരു ചുണ്ടും പോലെയൊക്കെ തോന്നുന്നു. എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയത്തില്ല. സംഭവം കൊള്ളാം. അതിൻ്റെ ടോപ്പിൽ നമ്മൾ പോയി. ഹായ് ഓൾ, ഇറ്റ്സ് മീ ദ നൊമാഡിക് എഞ്ചിനീയർ. നമ്മളിന്ന് പൊന്മുടിക്ക് പോകാനായിട്ട് പോയപ്പോഴത്തേക്കാണ് പൊന്മുടിയിൽ ഭയങ്കര കാറ്റൊക്കെ ആയിട്ട് മരമൊക്കെ വീണ് അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അപ്പം നമുക്ക് പോകുന്ന റൂട്ടിൽ വേറൊരു സ്ഥലം കിട്ടി കേട്ടോ. ചിറ്റിപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. മലയടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചിറ്റിപ്പാറ വരുന്നത്. ആക്ച്വലി ഇത് പാറയുടെ മുകളിലേക്ക് നമുക്ക് വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റും. റോഡെന്നൊക്കെ പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. ഇതാ കണ്ടോ, അയ്യോ, ഇതുപോലുള്ള കുഞ്ഞു റോഡ്. ഒരു സൈഡ് ഭയങ്കര കൊക്കയാണ്, ഭയങ്കര കുത്തിനെയുള്ളൊരു കയറ്റവും അവിടെ രസവളവും ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടോ, അതൊക്കെ കയറ്റിക്കൊണ്ട് വന്നതാ. നമ്മുടെ വണ്ടി എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് മേളിലേക്ക് ഇനി നടന്ന് കയറാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഭയങ്കര എസ് വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇത് കുത്തിന ഒരു എസ് വളവാണ്. ഇത് ഒരു ഹെയർ പിന്നായിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് പോകുന്നു. കണ്ടാൽ അറിയാം. ആ കുട്ടി നിൽക്കുന്നിടത്തേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറ്റണം. അപ്പോൾ അത്രയൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നടന്ന് പോയിട്ട് ചുറ്റിപ്പാറ എങ്ങനെ ഉണ്ടെന്ന് കാണാം. ആ റോഡാണ് നമ്മൾ കയറി വന്നേക്കുന്നത്. ഇത്രയും ഇങ്ങനെ ഹെയർ പിന്നായിട്ട് നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നു. ആ കയറ്റം കയറി വന്ന് ഇവിടെ ഇങ്ങനെ ഒടിച്ച് ഇവിടെ കയറുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടി ഒരു പരുവാവും. സോ അതുകൊണ്ട് നമ്മുടെ വണ്ടിയെ നമ്മൾ അവിടെ ഇട്ടിട്ട് മുകളിലേക്ക് നടന്ന് കയറാമെന്ന് തീരുമാനിച്ചു. ബാക്കിയുള്ളത് നടന്ന് കയറാം. വൈബ് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരു രക്ഷയില്ലാതെ നല്ല തണലും ഒരു ആംബിയൻസ്. ഇവിടെ നിന്നിട്ട് നോക്കി, ഇത് ഞങ്ങൾ മുകളിൽ എത്തിയിട്ടില്ല, ഞങ്ങൾ പകുതിക്ക് എത്തിയിട്ടുള്ളൂ. മുകളിൽ കയറിയിട്ട് ബാക്കി എന്താണെന്നുള്ള കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നല്ല സ്ഥലം കിട്ടിയപ്പോൾ ചേച്ചി ഒന്ന് റെസ്റ്റ് ചെയ്തതാണ്. ഈ പാറയുടെ മുകളിൽ ഇരിക്കാനൊക്കെ എന്നാ വ്യൂ ആന്ന് നോക്കി. അടിപൊളി സുഖമാണ്. ഇവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് വൈബ് അടിക്കാം. ഇതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട്, ഈ ചിറ്റിപ്പാറ ക്ഷേത്രം. കണ്ടോ, ആ അമ്പലത്തിലേക്കാണ് ഈ ഒരു മല കയറി വരുന്നത്. അല്ലാതെ ഈ മലയിലേക്ക് വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കൊന്നും ഈ റോഡ് പോലും അമ്പലത്തിലേക്ക് ഉണ്ടാക്കിയേക്കുന്ന റോഡാണ്. നടക്കാനൊന്നും വയ്യ കേട്ടോ, നല്ല കയറ്റാണ്. എല്ലാവരും കഷ്ടപ്പെട്ട് കയറി വരിക. ഇതാണ് നമ്മൾ ആ പറഞ്ഞ അമ്പലമല്ലേ, ചിറ്റിപ്പാറ ക്ഷേത്രം. ചിറ്റിപ്പാറ ആയിരവില്ലി തമ്പുരാൻ തമ്പുരാട്ടി. കൊള്ളാം കേട്ടോ. അങ്ങനെയൊക്കെയാ. ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഇതിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് കയറാനായിട്ട് വഴിയുണ്ട്. ഇതിലേക്കൂടെ കയറി നോക്കാം. കുറേ പാറകളാണ് കേട്ടോ. ഇങ്ങനെ എൻ്റെ മട്ടക്കുന്ന് പോലത്തെ പാറകളിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുക. പ്രോപ്പറായിട്ടൊരു വഴിയൊന്നുമില്ല. നമ്മൾ അത്രയും കെയർ ചെയ്ത് പോയില്ലെങ്കിൽ നേരെ ഉരുണ്ട് താഴെ പോകും. പക്ഷെ നല്ല സ്ഥലം കേട്ടോ. കാണുന്ന വഴി കൂടെയൊക്കെ, നമുക്ക് തോന്നുന്ന വഴി കൂടെയൊക്കെ പോവാം. ഉണ്ടാവും എന്തോ. നേരത്തെ പോയ ആ വഴിയായിരുന്നു കേട്ടോ. ആ വഴിയല്ല, ഇതുവഴി വേറൊരു വഴിയുണ്ട്. ഇവർ ആ വഴി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇതിലെ കുറച്ചും കൂടെ തണലൊക്കെ ഉണ്ട്. ഇതാണ് പ്രോപ്പർ വഴി എന്നാ പറയുന്നത്. നമുക്ക് നേരത്തെ വഴി തെറ്റിപ്പോയി ഗൈസ്. അയ്യോ, ഇത് കൊള്ളാട്ടോ. അത്ര റിസ്ക് ഇല്ല എങ്കിലും നമ്മുടെ കാലിൽ ACL സർജറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ട്രക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അയ്യോ, പാറയുടെ സൈഡിലൂടെ ഇങ്ങനെ കയറി പോണം.
അമ്മേ, ഇത് നമ്മള് സ്വർഗത്തിന്റെ കവാടം. നമ്മളിത് ആ പാറയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് 360 വ്യൂ കാണാം. കണ്ടോ? അയ്യോ, സത്യത്തിൽ ചെറിയ പേടിയുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. അതേ ദൂരെ, അതേ നമ്മുടെ അഗസ്ത്യാർ മലയൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ആ ദൂരെ കാണുന്നത്. അഗസ്ത്യാർ മല, നമ്മുടെ സഹ്യപർവ്വതം, അതാണ് ആ ബാക്ക് സൈഡിലെ. കണ്ടോ, സഹ്യൻ അങ്ങനെ പോവാ.